ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ചൗവരി വെച്ചാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റാണ് ഈ പായസം. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. പായസം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 100 ഗ്രാം ചൗവരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മുത്തിൻ്റെ ഷേപ്പിലുള്ള ഈ ചൗവരി ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകുക. കഴുകിയതിന് ശേഷം കൂടുതൽ വെള്ളം ചേർത്ത് ഒന്ന് നല്ലതുപോലെ കുതിരാൻ വയ്ക്കുക. ഒന്ന് കുതിർന്ന് കിട്ടുമ്പോൾ ഇത് നമുക്ക് വേഗം വെന്ത് കിട്ടും. അതുകൊണ്ടാണ് കുതിരാൻ വയ്ക്കുന്നത്. ഇതിന് നമുക്കൊരു 10-15 മിനിറ്റ് മതിയാകും. നല്ലതുപോലെ ഒന്ന് കുതിരാൻ വയ്ക്കുക. പിന്നെ നമുക്ക് സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാം. സാധാ പച്ച വെള്ളമാണ് ചേർക്കാനുള്ളത്. പിന്നെ നമ്മൾ കഴുകി നമുക്ക് കുതിരാൻ വെച്ച നമ്മുടെ ചൗവരി വെള്ളമൊക്കെ മാറ്റി ഒരു അരിപ്പിലോട്ട് അരിച്ചെടുക്കുക. അങ്ങനെ എടുത്തതാണിത്. ഇതിനെ നമുക്ക് ഈ പാനിൽ ഈ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. കുറച്ച് സമയം എടുത്ത് ഇതൊന്ന് വേകട്ടെ. ഇത് കുറച്ചുകൂടെ വേകാനുണ്ട്. ഒരു 3/4 വേഗേ ആയിട്ടുള്ളൂ. നമുക്ക് ഇതൊന്ന് കണ്ണൊക്കെ തെളിഞ്ഞ് വരുമെന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് കുറച്ചുകൂടെ വേകാനുണ്ട്. ഒരു 3/4 വേഗത്തിൽ തന്നെ നമുക്കിനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. മൊത്തം വേഗം വെയിറ്റ് ചെയ്യേണ്ട. ഒരു 3/4 വേഗമൊക്കെ ആകുമ്പോൾ പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു 100 ഗ്രാം ചൗവരിക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തിളപ്പിക്കൊന്നും ചെയ്തില്ല, സാധാരണ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. വെള്ളം പിന്നെ ചേർക്കേണ്ടതില്ല. നമ്മൾ ഈ ചൗവരിയിലുള്ള ആ വെള്ളം തന്നെയാണ്. പാൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറച്ച് വേകാനുള്ളതും കൂടെ ഒന്ന് വേകട്ടെ. തീ നല്ലതുപോലെ കുറച്ച് വെക്കണം. നമ്മുടെ പാലും കൂടെ ആയതുകൊണ്ട് ഇത് വേകുന്ന സമയത്തിന് പൊങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി വരണം. കുറച്ചുകൂടെ ഒന്ന് കുറുകി വരാനുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ഈ പാലൊക്കെ തിളയ്ക്കുമ്പോൾ തന്നെ ബാക്കിയും കൂടെ അങ്ങ് വെന്ത് കാണും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പൊടി കയ്യിലില്ലെങ്കിൽ 2-3 ഏലക്ക ഒന്ന് ചതച്ച് അതിൻ്റെ തോട് മാറ്റി ഒന്ന് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. പക്ഷേ ഈ പഞ്ചസാര നമുക്കിതിന് മധുരം തികയില്ല, കുറച്ചുകൂടെ മധുരം വേണം. അപ്പം ഞാൻ കുറച്ച് നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പകുതി മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര മാത്രം വേണമെങ്കിലും ചേർക്കാം, മിൽക്ക് മെയ്ഡ് മാത്രം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചേർക്കുന്നത്. ഒരു ചെറിയ ബൗളിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും മിൽക്ക് മെയ്ഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ വെള്ള കളറിലെ ഈ പായസത്തിന് ചെറിയൊരു മങ്ങൽ വരും. മിൽക്ക് മെയ്ഡിൻ്റെ ഒരു കളറും കൂടെയൊക്കെ ഒന്ന് മിക്സ് ആവും. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം പിന്നെ തിളയ്ക്കാൻ നിൽക്കേണ്ട, അതങ്ങ് ഓഫാക്കാം. അതിൽ ഇരുന്ന് തന്നെ കുറച്ച് കുറുകുകയും ചെയ്യും. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചത് ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ പിന്നെ അതുപോലെ ഒരു ബൗളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി അതുപോലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ അളവനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി, വളരെ കരിയാനൊന്നും നിൽക്കണ്ട. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതും കൂടി നമ്മുടെ ഈ പായസത്തിലോട്ട് എടുത്ത് ചേർത്ത് കൊടുക്കാം.
പായസം എന്താണ്ട് ഇപ്പോൾ ഒന്ന് കുറച്ച് തണുത്തിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കുന്തോറും ഇതൊന്ന് കുറുകി വരും, ചൗവരി ആയതുകൊണ്ട്. നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടെ ചേർത്ത് നെയ്യ് ഉൾപ്പെടെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ നെയ്യൊന്നും ഇതിന് മുന്നേ ചേർത്തില്ല. ഈ താളിക്കുന്ന നെയ്യും കൂടെ മിക്സാക്കി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ ഐറ്റം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഐസ്ക്രീമാണ് ഈ പായസത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇളം ചൂടുള്ള സമയത്ത് തന്നെ ഈ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലെ ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം. എനിക്ക് തോന്നുന്നു കൂടുതൽ പിസ്ത ഐസ്ക്രീം ചേർക്കുന്നതായിരിക്കും ടേസ്റ്റ്. സ്ട്രോബെറി ഞാനൊരു 3 സ്ക്യൂബ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ പിസ്തയാണ് എടുത്തിരിക്കുന്നത്. ഐസ്ക്രീമിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐസ്ക്രീം പായസം തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം, അല്ലാതെയും കുടിക്കാം. തണുപ്പിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണിത്. ഞാൻ വേറെ ഫ്ലേവറിലെ ഐസ്ക്രീമൊക്കെ കുറച്ച് ചേർത്ത് നോക്കി. അതിനേക്കാൾ ഈ പിസ്ത ഐസ്ക്രീം ആയപ്പോൾ ടേസ്റ്റിന് വളരെ നല്ലൊരു ടേസ്റ്റാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എപ്പോഴും പറയുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കുക. തുടർന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.